ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ പീലിയുടെ ഗ്രാമം എന്നതിലെ റിവിഷനാണ് കേട്ടോ. എക്സാമിന്, നമ്മുടെ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക എന്നാണ്. അതായത് പീലിയുടെ ഗ്രാമത്തിൽ 4 സുഹൃത്തുക്കളെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ബയോ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എൻ്റെ പേരെന്താണ് അത് എഴുതുക. ഞാനൊരു ഗ്രാമത്തിലാണ് അല്ലെങ്കിൽ പട്ടണത്തിലാണ്, നഗരത്തിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, പട്ടണത്തിലാണെങ്കിൽ ഞാനൊരു പട്ടണത്തിലാണ് താമസിക്കുന്നത് എന്ന് എഴുതുക. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണ്, എൻ്റെ അമ്മയുടെ പേര് ഇതാണ്. പിന്നെ എനിക്കൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക. പിന്നെ എന്താണ്, എത്ര സഹോദരന്മാരാണോ അത് എഴുതുക കേട്ടോ. 2 ആണെങ്കിൽ 2 എഴുതുക. പിന്നെ അവരുടെ പേരെന്താണ്, അവരെന്താണ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഒരു 1 വേർഡ് ആയിട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ കുടുംബമായി എത്തുന്നത് എന്ന ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവ് സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ ഹോബികൾ എന്തൊക്കെയാണ്? ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ കഥകൾ വായിക്കുക, അല്ലെങ്കിൽ സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, നൃത്തം ചെയ്യുക, TV കാണുക, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക തുടങ്ങിയവയാണ്. നിങ്ങളുടെ ഹോബികൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ കോമ ഇട്ടോ അല്ലെങ്കിൽ സ്ലാഷ് ഇട്ടോ എഴുതി കൊടുക്കാം. അധ്യാപകൻ അല്ലെങ്കിൽ ഡോക്ടർ, പോലീസ് ആവുക എന്നതാണ് എൻ്റെ ആഗ്രഹം. ആരാണോ ആവാൻ ആഗ്രഹം അതെഴുതുക. രണ്ടാമതായിട്ട് ആരാവാനാണ് ആഗ്രഹം അതെഴുതുക. അധ്യാപകനാണോ, പോലീസാണോ, ഡോക്ടറാണോ, വക്കീലാണോ? ഓക്കെ. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ദയയുള്ളവനാണ്. ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ ഒരു ചോദ്യമാണ്, നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ച് ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കും. അപ്പോൾ വരച്ച് ചേർത്ത് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എഴുതി ചേർക്കാൻ ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ്? അതെ, യാത്ര പോകാൻ ഞാൻ വളരെ ആവേശത്തിലാണ്. മാതാപിതാക്കളിൽ നിന്ന് സമ്മതം വാങ്ങാൻ എനിക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു. യാത്രക്കിടെ കഴിക്കാൻ അമ്മ എനിക്ക് ലഘുഭക്ഷണം തന്നുവിട്ടു. എൻ്റെ സുഹൃത്തുക്കൾക്കും പീലിക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി കൂടി അമ്മ ഭക്ഷണം തന്നുവിട്ടു. ഇത്തരത്തിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ചെടുത്തുക. ഒരുമിച്ച് സമയം ചിലവഴിക്കാനും പരസ്പരം സഹായിക്കാനും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇത്രയും അടുപ്പത്തിലായത്. അവർ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും അവർ പരസ്പരം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ കൊണ്ടെല്ലാമാണ് അവർ അടുപ്പമുള്ള കൂട്ടുകാരായത്. അടുത്ത ചോദ്യം നോക്കിക്കേ. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. നമുക്ക് യാത്രയ്ക്കായിട്ട് കരുതാവുന്ന സാധനങ്ങൾ ബാഗ്, വസ്ത്രങ്ങൾ, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ലഘുഭക്ഷണം തുടങ്ങിയവയെല്ലാമാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചേർക്കുക എന്നുള്ളത് എന്താണ്? നിങ്ങൾക്ക് ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അടുത്ത ചോദ്യം നോക്കൂ. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമായിരിക്കും. പുഴകളും തോടുകളും വയലുകളും കുന്നുകളും ഒക്കെ ഉണ്ടാകും. വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഉണ്ടാകില്ല. ആളുകൾ വളരെ നല്ലവരായിരിക്കും. അതുപോലെ ഇനി വരാവുന്ന ഒരു പ്രതീക്ഷയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് നോക്കിക്കേ. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം? നമുക്കറിയാം പീലിയുടെ അച്ഛൻ ഒരു കർഷകനാണ്. അപ്പോൾ ഒരു കർഷകനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, അതിനുള്ള അഭിമുഖമാണ് കേട്ടോ. ഇത്രയും സ്വാദിഷ്ടമായ മീൻകറി എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? ഏത് തരം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? ഏതൊക്കെ മൃഗങ്ങളെയാണ് വളർത്തുന്നത്? വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത്? നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത്? പുതിയ തലമുറയ്ക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഒരു കർഷകനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്.
ഒരുപക്ഷെ ചോദ്യം പീലിയുടെ അച്ഛനോട് എന്നായിരിക്കില്ല. നിങ്ങളുടെ നാട്ടിലെ ഒരു കർഷകനെ കണ്ട് കർഷകനോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ തയ്യാറാക്കൂ എന്നായിരിക്കാം ചോദ്യം. അതിലും നമുക്കിതെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ ചോദ്യം ഒഴിച്ചിട്ടോ. നമ്മൾ സ്വാദിഷ്ടമായ മീൻകറി എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് ചോദിച്ചത് ആ മീൻകറി അച്ഛൻ ഉണ്ടാക്കിയതായതുകൊണ്ടാണ്. അപ്പോൾ ആ ചോദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെപ്പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? വിക്കിക്കും അപ്പുവിനും ഒരേ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇൻ്റർനെറ്റും വൈഫൈയും മൊബൈൽ ഗെയിമുകളും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വിക്കിക്ക് ലഭിച്ചിരുന്നതിനാൽ വിക്കി നഗരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അപ്പുവിന് നഗരത്തേക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഗ്രാമത്തിൻ്റെ മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി. അടുത്ത ചോദ്യം. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകളെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു. ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇത്തരം ചന്തകളിൽ ലഭ്യമാണ്. കർഷകർ പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാൻ കൊണ്ടുവരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ചകളെ നിങ്ങൾ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. പീലിയുടെ ഗ്രാമം വളരെ ശാന്തവും മനോഹരവുമാണ്. ധാരാളം കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ കുട്ടികൾ നീന്താൻ പഠിക്കുന്നു. ധാരാളം നെൽപ്പാടങ്ങളുണ്ട്. കൊയ്ത്തിനു ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപൂട്ട് മത്സരം നടക്കുന്നു. ഗ്രാമത്തിൽ വിവിധ തരം ഉത്സവങ്ങൾ നടക്കുന്നു. ഗ്രാമവാസികൾക്ക് സാധനങ്ങൾ വാങ്ങാനും അവരുണ്ടാക്കിയവ വിൽക്കാനും ആഴ്ച ചന്തകളുണ്ട്. പീലിയുടെ ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ എനിക്കും സുഹൃത്തുക്കൾക്കും നല്ലൊരനുഭവമായിരുന്നു. ഗ്രാമത്തിൻ്റെ ഭംഗിയും ശാന്തതയും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. നഗരത്തേക്കാൾ മനോഹരമാണ് ഗ്രാമം. ശുദ്ധജലവും ശുദ്ധവായുവും വൃത്തിയുള്ള ചുറ്റുപാടും കൊണ്ട് അനുഗ്രഹീതമാണ് ഗ്രാമങ്ങൾ. ഗ്രാമങ്ങളിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. ഇവിടെ ധാരാളം ഉത്സവങ്ങളുണ്ട്. എല്ലാവരും ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലെങ്കിലും ആളുകൾ ഗ്രാമങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ധാരാളം കളിസ്ഥലങ്ങളും മറ്റും ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ വരാം? ഗ്രാമങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ള രീതിയിലും വരാം കേട്ടോ. അങ്ങനെ ഒരു ചോദ്യം വന്നാലും നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്താണ്? ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഒന്നാം പാഠമായ പീലിയുടെ ഗ്രാമം എന്നതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ഏതാനും കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ചോദ്യം വരുന്നത് എന്നുള്ള ഫോർമാറ്റ് തരാൻ കഴിയില്ല. എങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. ബൈഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ എഴുതാം എന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത പാഠങ്ങളുടെ ചോദ്യോത്തരങ്ങൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.